ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നപ്പോലത്തെ ഒരു ഓവർ കോട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. മെറ്റീരിയൽ ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് നേരെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടോപ്പിനൊക്കെ എങ്ങനെയാണോ അളവൊക്കെ മാർക്ക് ചെയ്യുന്നത് അതേ അളവ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഷോൾഡർ എടുക്കാം കേട്ടോ. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ആ ഷോൾഡർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഏകദേശം അതേപോലത്തെ ഒരു കളർ ചോക്കാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ ചോക്കെടുത്ത് കാണിക്കാൻ വെച്ചാൽ ഈ ചോക്ക് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കൈക്കുഴി അപ്പോൾ ഒരു 5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പിൻ്റെത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ എടുക്കുന്ന ഒരു 13 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഷേപ്പ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഷേപ്പ് ഞാൻ എടുക്കുന്ന ഒരു 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. പിന്നെ തയ്യൽ തുമ്പിന് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. പിന്നെ താഴ്വശത്തേക്ക് വരക്കുന്നത് വെച്ചാൽ നമ്മൾ ഏലി ടോപ്പൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അത് കണക്കാണ് വരച്ചെടുക്കുന്നത്. അതുപോലെ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് വേറെ ബാക്ക് പീസ് വേറെ അങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്തകൽ എത്ര എടുക്കുന്നത് നോക്കാം. ഞാൻ കഴുത്തകൽ എടുക്കുന്നത് 2.25 കേട്ടോ. 2.25 കഴുത്തകൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലേക്കാണെങ്കിൽ ആ 2.25 താഴത്തോളം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഫ്രണ്ട് പീസ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ താഴത്തോളം ഇത് കണക്കിന് മാർക്ക് ചെയ്യാം. ഇത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലൈൻ വരച്ചിട്ട് അതിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാറ്റി വെച്ചും. അതിന് ശേഷം നമുക്ക് ബാക്ക് വശത്തേക്ക് നോക്കാം കേട്ടോ. ബാക്ക് വശം കഴുത്ത് അധികം കുഴിക്കുന്നില്ല. ചെറിയൊരു 2.5 ഇഞ്ചോളം മതി കുഴിച്ചാൽ മതി, അധികം കുഴിക്കണമെന്നില്ല. ചിലർ കുഴിക്കുന്നവരുണ്ട്, അതൊക്കെ ഒരാളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അത്ര പോലെ നമുക്കൊന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ട 12.5 ഇഞ്ചാണ് കേട്ടോ. 12.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാം. പിന്നെ അതിനനുസരിച്ച് മുകൾ വശം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അതുപോലെ താഴ്വശം മടക്കിയെടുക്കാൻ ഒരു ഇഞ്ച്, 1/2 ഇഞ്ച് അങ്ങനെയല്ല മടക്കില്ല, 1 ഇഞ്ചും കൂട്ടിയിട്ട് ഒരു 14 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരക്കാം. എന്നിട്ട് ഞാൻ കൈക്കുഴി എത്രയാണോ നമ്മുടെ ഏകദേശം വരുന്നത്, നമ്മൾ 5 ഇഞ്ച് എടുത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കുറച്ച് അധികം കിട്ടുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എത്രയാണ് വരുന്നത് നോക്കുക. ഏകദേശം ഒരു 8 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തേക്കും ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ ആ ഷേപ്പ് വരക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ചോക്ക് ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന് ഷേപ്പ്. അതിനുശേഷം താഴ്വശത്ത് നോക്കാം. താഴ്വശത്തെ വീതി ഞാനൊരു 4.5 ഇഞ്ചോളം എടുക്കുന്നുള്ളൂ കേട്ടോ. 4.5 ഇഞ്ച് താഴ്വശത്തെ വീതിയും പിന്നെ തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചും കൂടി അധികം എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കാം. ഫ്രണ്ട് വശത്ത് ആ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തില്ല, അവിടെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ആ ഓപ്പൺ വരുന്ന ഭാഗമില്ലേ, അവിടെ രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് താഴോളം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് വശം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബാക്ക് വശത്തേക്ക് ഞാൻ ക്രോസ് പീസ് വന്നിട്ട് എടുത്തിട്ട് ഒരു 1 ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കോട് ചേർന്നിട്ട് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നെക്കോട് ചേർന്ന് വെച്ച് അടിക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ക്രോസ് പീസ് വെക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് മനസ്സിലാവും. അടുത്ത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഞാൻ കവർ ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. മറ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. കവർ ചെയ്ത് അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ മോശം വശവും ഒന്നിച്ചാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മോശം വശം ഓവർകോട്ട് ബാക്ക് വശത്തിൻ്റെ മോശം വശം ഫ്രണ്ട് വശത്തിൻ്റെ മോശം ഭാഗവും ഒന്നിച്ച് വെച്ചിട്ട് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തില്ലേ, നമുക്ക് നേരെ അതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അത് അടിച്ച് നമുക്ക് ഉൾവശത്ത് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ആ തുച്ഛം വരുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൂടിയിട്ട് നമുക്കൊന്നിങ്ങനെ അടിച്ചെടുക്കുക. ഇതിങ്ങനെയാണ് കവർ ചെയ്തടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നൂല് ഇളകി പോകും, അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടും. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് കിട്ടുന്നതിൽ. ഇതുപോലെ തന്നെ 2 ഷോൾഡർ ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.
ഷോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. വീഡിയോ മിസ്സായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒന്നിച്ച് വെച്ചിട്ട് 2 സൈഡ് അടിച്ചതിന് ശേഷം അടിവശം കൂടി മടക്കി അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാക്കറ്റ്. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് അംബ്രല ടൈപ്പ് ടോപ്പിൻ്റെ ഒന്നിച്ചും അതുപോലെ ക്രോപ്പ് ടോപ്പും പളസോയും ജാക്കറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്